നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് ഈ ചാനലിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ശരിക്ക് വിഷുഫലത്തെക്കുറിച്ചാണ്. വിഷുഫലം എന്ന് പറയുമ്പോൾ ജ്യോതിഷശാസ്ത്രപ്രകാരം പുതുവർഷ ഫലത്തെയാണ് വിഷുഫലത്തിലൂടെ പറഞ്ഞു വരുന്നത്. പുതുവർഷ ഫലത്തെയാണ് വിഷുഫലമായി പറയണേ. കാരണം സൂര്യനാണ് ജ്യോതിഷദേവൻ. പ്രപഞ്ചത്തിൻ്റെ നാഥനും സൂര്യനാണ്. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. പ്രപഞ്ചത്തിൻ്റെ പിതാവാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ ഉച്ചത്തിലേക്ക് വരുന്നതാണ് മേടമാസം. അതുകൊണ്ടാണ് മേടമാസം പുതുവർഷമായിട്ട് ആചരിച്ചു പോരണേ, പ്രത്യേകിച്ച് ജ്യോതിഷികൾ. അപ്പോൾ പുതുവർഷത്തെ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് പുതുവർഷം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓരോ രാശിക്കാരെ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് മകരൻ രാശിക്കാരുടെ ഫലത്തിലേക്ക് പോവാം. മകരൻ രാശിയിലുള്ള നക്ഷത്രക്കാർ ഉത്രാട നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം, ഉത്രാടത്തിൻ്റെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും, ആദ്യത്തെ പകുതി അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങളാണ് ശരിക്ക് മകരരാശി. മകരരാശിക്കാർക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ വളരെ ഏറെ സന്തോഷിക്കാവുന്ന ഒരു വർഷം എന്ന് പറയാം. അതിൽ പ്രധാന കാരണം എന്താണ്? കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് ഏഴരാണ്ട ശനി നടക്കുകയായിരുന്നു. 7.5 വർഷമായിട്ട് ഏഴര ശനി നടക്കുകയായിരുന്നു. ആ 7.5 ശനി തീർന്നു. ശനി നിങ്ങളെ വിട്ടുപോയി. വലിയ ആശ്വാസമായി. ഇനി നമുക്ക് കണ്ടശനിയൊക്കെ വരും. എന്നാലും 22.5 വർഷത്തിലൊരിക്കലേ 7.5 ശനി വരത്തുള്ളൂ. ഇനി ഒരു 7.5 ശനി വരണമെങ്കിൽ 22.5 വർഷം കഴിയണം. 30 വർഷത്തിലെ 7.5 വർഷക്കാലം 7.5 ശനി ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ 7.5 ശനി നിങ്ങളെ വിട്ടുപോയി. വലിയ ഒരു ദോഷം നമ്മളെ വിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് യാതൊക്കെ വിഷുഫലങ്ങൾ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ശനി നമ്മളെ ആക്രമിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പിന്നെ നമുക്ക് സെക്കൻഡ് ചിന്തിക്കേണ്ട ഒരു കാര്യം, വ്യാഴം 6ലേക്കാണ് മറഞ്ഞു വന്നത്. 6ാം ഭാവത്തിലേക്ക് വന്നു. വ്യാഴം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സമ്പത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗ്രഹമാണ് വ്യാഴം. സൂര്യൻ നക്ഷത്ര ദേവനെങ്കിൽ സമ്പത്തിൻ്റെ ദേവനാണ് സൂര്യൻ. സമ്പത്തിൻ്റെ ദേവനാണ് വ്യാഴം. ആ വ്യാഴം 6ലേക്ക് മറിഞ്ഞ് വന്നിരിക്കുകയാണ്. 6 എന്ന് പറഞ്ഞാൽ മറിഞ്ഞ് നിൽക്കുകയാണ്, ശത്രുഭാവത്തിലേക്ക് മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? മറ്റ് തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് സമ്പത്ത് വരും. പക്ഷേ സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷിക്കണം. സമ്പത്തുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുണ്ടാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, കേസ് വഴക്കുകൾ വരാം. അത് എങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട് വരും? പൈസയുമായി ബന്ധപ്പെട്ട് വരാം. അതുകൊണ്ട് ഇടനിലക്കാരനായിട്ട് നിന്ന് ആർക്കും അല്ലെങ്കിൽ ജാമ്യം നിൽക്കാനോ അല്ലെങ്കിൽ ഇടയിൽ നിന്ന് മറ്റൊരാളുടെ നിന്ന് വാങ്ങിക്കൊടുക്കാനോ ഒന്നും ഈ സമയത്ത് നിൽക്കരുത്. നിന്നാൽ ഈ പൈസ മുടക്കേണ്ട ചുമതല നിങ്ങളെ തലയിൽ നിക്ഷിപ്തമാവും. നിങ്ങൾ അത് നേരിടേണ്ടി വരും. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോവാതിരിക്കുക. കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞോ. നമുക്കയ്യോ പാമ്പ് കടിക്കാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പാമ്പിൻ്റെ പൊത്ത് എവിടെയുണ്ടോ അവിടെ കൊണ്ട് കൈവച്ച് കൊടുക്കാറൊന്നുമില്ല. പാമ്പുള്ള ഏരിയയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് അതിനുള്ള പ്രതിവിധി. അതുപോലെ നമ്മൾ എന്തിനാണ് മുന്നറിയിപ്പ് തരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ പറയും അയ്യോ എന്നും എനിക്ക് കഷ്ടകാലം എന്ന് ചോദിച്ചാലും കഷ്ടകാലമെന്ന് ചില ആളുകൾ ഇതിൽ മെസ്സേജ് ഇടും എനിക്ക് എന്നും കഷ്ടകാലം, എന്ന് നോക്കിയാലും കഷ്ടകാലം എന്ന് പറയാനേ ജ്യോത്സ്യന് സമയമുള്ളൂ. ജ്യോതിഷൻ്റെ സമയം കൊണ്ടല്ല.
നമുക്ക് അല്ല ഈ ജ്യോത്സ്യന് ഒരു നാളിലാണ് ജനിക്കണേ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ. അപ്പോൾ അവരുടെ കഷ്ടകാല സമയം വരും. ഇപ്പോൾ എല്ലാവർക്കും പ്രപഞ്ചത്തിലുള്ളവർക്കെല്ലാം ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും അവർ ജനിക്കുക, ഏതെങ്കിലും ഒരു രാശിയിലായിരിക്കും ജനിക്കുക, അവർക്കെല്ലാം വരും. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ അത് ഫീൽ ചെയ്യാതെ വരുന്നത് ആ സമയത്ത് അവർക്ക് നല്ല ദശകൾ വല്ലതും നിലനിൽക്കുകയോ ഒക്കെ ചെയ്യുകയും അവരിൽ ഈശ്വരാധീനം ഒരു വലിയ ഓറ അവരിൽ നിൽക്കും. അത് പ്രകാശിപ്പിച്ചെടുത്താൽ അവർ ജനിക്കുമ്പോഴേ വരുന്നതാണ്. ചിലർ അതിനെ ഇങ്ങനെ ചുമ്മാ ഡൗണാക്കി വച്ചിരിക്കും. കാരണം വിളക്കും എണ്ണയും തിരിയും എല്ലാം ഇട്ട് അതിൻ്റെ അടുത്ത് തീപ്പെട്ടിയും വച്ചിരിക്കുകയാണ്, അത് കത്തിക്കൂല, പിന്നെ ഇരുട്ടത്തിരിക്കും ഇതെല്ലാം വച്ചിട്ട്. അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്, അതായത് ദൈവാധീനം തെളിയിക്കാതെ. അപ്പോൾ നമ്മളിൽ തന്നെ ആ ദൈവീയ ശക്തി നിൽക്കുകയാണ്, അതിനെ പ്രകാശിപ്പിക്കുകയാണ് നമ്മളെ പ്രാർത്ഥനയുടെ പ്രത്യേകത. പ്രാർത്ഥിക്കുമ്പോഴാണ് അത് പ്രകാശിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥന കൂട്ടി കൊണ്ടുപോകണം. പ്രാർത്ഥനയാണ് ഇതിനുള്ള ഒരേ ഒരു പരിഹാരം. കാരണം ഈ ശത്രുദോഷം ഒന്നും യാക്കാതിരിക്കാൻ. അപ്പോൾ നല്ല സമയത്തിലേക്ക് വന്നുവെങ്കിൽ ഇതുപോലത്തെ കുറച്ച് നെഗറ്റീവ്സ് കൂടിയുണ്ട് നിങ്ങളെന്ന് അറിയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം എന്താണ് ബെൽ ബട്ടൺ അമർത്താൻ പറയുന്നത്? നമ്മൾ ഈ ചാനലിലൂടെ നിത്യജ്യോതിഷം ഇന്നത്തെ നിങ്ങളുടെ ഫലം ഓരോ ദിവസവും നിങ്ങളെ അറിയിക്കുകയാണ്. രാവിലെ 6 മണി സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾക്കത് നോക്കിയിട്ട് ഇന്ന് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ലൈവ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അപ്പോഴേ തന്നെ നിങ്ങൾക്ക് വിളിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടൺ കൂടി അമർത്താൻ പറയണേ. അതുപോലെ വിദേശ രാജ്യത്തും പോകാറുണ്ട്, പ്രത്യേകിച്ച് ദുബായിൽ എല്ലാ മാസവും ഒരു നിശ്ചിത ദിവസം അവിടെ കൺസൾട്ടേഷനുണ്ട് കരാമയിൽ. അപ്പോൾ അതിൻ്റെ നമ്പരൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ശരിക്കും മകരരാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.